ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവം നമുക്കൊന്ന് ചിന്തിക്കുവാൻ വേണ്ടി തരുന്ന തിരുവചനം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 6 വരെയുള്ള വചനങ്ങൾ നമുക്ക് ചിന്തിക്കാം. അവിടെ പറയുന്നത്, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു. കർത്താവിൻ്റെ നാൾ കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ ആയിരിക്കും. അന്ന് ആർക്ക് പെട്ടെന്ന് നാശം വരും എന്നുള്ളതാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമത്, കള്ളൻ വരുന്നത് ആരോടും പറഞ്ഞിട്ടല്ല വരുന്നത്. അതുപോലെ കർത്താവിൻ്റെ വരവ് പുത്രൻ തമ്പുരാന് പോലും അറിയില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ നാൾ കള്ളൻ വരുന്നത് പോലെ, കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ ആ രാത്രിയിൽ വരുമ്പോൾ അനേകർക്ക് നാശം സംഭവിക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 4-ാം വചനത്തിൽ പറയുന്നു, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. അപ്പോൾ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്, ഇരുട്ടിലുള്ളവർക്ക് നാശമുണ്ടാകും. അല്ലെങ്കിൽ വെളിച്ചത്തിലേക്ക് വരാത്ത, അല്ലെങ്കിൽ യേശുക്രിസ്തു ആകുന്ന വെളിച്ചത്തിലേക്ക് വരാത്ത വ്യക്തികൾക്ക് നാശം സംഭവിക്കുമെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഇരുട്ടിലുള്ളവർ ആ നാളിൽ പിടിക്കപ്പെടും. പിടിക്കപ്പെടാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? നാം വെളിച്ചത്തിൻ്റെ മക്കളായിരിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വെളിച്ചം ആരാണ് എന്ന് നമുക്ക് നല്ലവണ്ണം മനസ്സിലാക്കാൻ കഴിയും. യേശുക്രിസ്തുവാണ് വെളിച്ചം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രണ്ടാമതായിട്ട് അവിടെ പറയുന്നത്, പകലിൻ്റെ മക്കളായിരിക്കണം. പകലിൻ്റെ മക്കളായിരിക്കണം. ഇരുട്ടിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ, അല്ലെങ്കിൽ വചനപ്രകാരം ജീവിക്കാതെ തൻ്റേതായ വഴികളിൽ നടക്കുന്നവരെല്ലാം ഇരുട്ടിൻ്റെ മക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമതായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ശേഷമുള്ളവരെ പോലെ ഉറങ്ങുന്നവരാകരുത്. അപ്പോൾ ഉണർവുള്ളവരായിരിക്കണം. ശേഷമുള്ളവർ ദൈവത്തെ അറിയില്ല, ദൈവവചനം അറിയില്ല, നമ്മുടെ ആത്മാവിനെക്കുറിച്ച് ബോധമില്ലാത്തവരാണ്. ഈ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ എവിടേക്ക് പോകുമെന്നും എന്തായിത്തീരുമെന്നും ഒന്നും മനസ്സിലാക്കാതെ ജീവിക്കുന്ന വ്യക്തികളെപ്പോലെ നാം ഉറങ്ങുന്നവരായിരിക്കരുത്. ആത്മാവിൽ ഉണർവുള്ളവരായിരിക്കണം. പിന്നെ 4-മതായിട്ട് അവിടെ പറയുന്നത്, ഉണർന്നും സുബോധമുള്ളവരുമായിരിക്കണം. അപ്പോൾ നാം സുബോധത്തോടുകൂടി ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് സ്വർഗം തരുമോ, അല്ലെങ്കിൽ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനാളിൽ ഞാൻ തള്ളപ്പെടുന്ന രീതിയിലാണോ എൻ്റെ സംസാരം, എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ നടപ്പ്, എൻ്റെ ഓരോ ചിന്തകൾ എല്ലാം നമുക്ക് ശോധന ചെയ്യാം. ഇരുട്ടിലുള്ളവരായിരുന്ന് നാം കർത്താവിൻ്റെ വരവിനാളിൽ പിടിക്കപ്പെടാൻ ഇടയാകാതെ വണ്ണം നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരുക്കാം. ദൈവം തമ്പുരാൻ തൻ്റെ പരിശുദ്ധ ആത്മാവ് മൂലം നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഈ വചനത്താൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആമേൻ.